നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തുടർച്ചയായിട്ട് വിജയങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയ മാഞ്ചസ്റ്റർ സിറ്റി ഒടുവിൽ ഇപ്പോൾ വിജയ വഴിയിലാണല്ലോ. വിജയമില്ലാതെ കടന്നുപോയ സമയം അത് ഉള്ളിലെ കനലെരിയിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുകയാണ്. ഇപ്പോൾ എർലിംഗ് ഹാലൻഡ് തുടർച്ചയായിട്ട് വിജയിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്ഥിരമായിട്ട് ചെയ്യുന്നു, ഒരു അലസതയൊക്കെ പിടിപെടാം. എന്നാൽ ഉള്ളിലെ ആ ഒരു ഡിസയർ ബേൺ ചെയ്യിക്കാൻ ഈ ഒരു അനുഭവം സഹായകരമായി. എർലിംഗ് ഹാലൻഡിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സിറ്റിയുടെ സൂപ്പർ താരം പറയുന്നു, മാഞ്ചസ്റ്റർ സിറ്റിയിൽ വിജയിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾ യൂസ്ഡ് ആയിരുന്നു. കഴിഞ്ഞ മാസം റിയലി വിയേർഡായിരുന്നു. മേ ബി ആ ഒരു ഫീലിംഗ് ലഭിക്കുക, നോക്കുക, ഇൻസൈഡിലുള്ള കാര്യങ്ങൾ, ആ ഒരു ഫീലിംഗ് അതിനെ ബേൺ ചെയ്തെടുക്കാൻ അത്തരത്തിലുള്ള ഫീലിംഗ് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ മത്സരങ്ങൾ വിജയിക്കാൻ പറ്റി. നല്ലൊരു വീക്കാണ് കടന്നുപോയത്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. വി കീപ് ഗോയിങ്. നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിക്കാം. സഡൻലി നമ്മൾ വീണ്ടും വീണ്ടും തോൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. മാഞ്ചസ്റ്റർ സിറ്റി ഒരു വിന്നിങ് ക്ലബ്ബാണ്. കഴിഞ്ഞ 10 വർഷത്തെ കാലങ്ങൾ എടുത്ത് നോക്കുക, അധിക മത്സരങ്ങളൊന്നും ടീം തോറ്റിട്ടില്ല. അപ്പോൾ തോൽവി ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നപ്പോൾ അത് വളരെ വിയേർഡായിട്ട് തോന്നി. ബട്ട് അത് വലിയ മോട്ടിവേഷനാണ് നൽകിയത്, ഒരു ഹങ്ങർ. യഥാർത്ഥത്തിൽ കീപ് ഗോയിങ് എന്ന അവസ്ഥയിൽ എൻ്റെ ബെല്ലിയിലൊരു ഹങ്ങറാണ് അത് ഉണ്ടാക്കിയത്. കൂടുതൽ ബെറ്റർ ആവുക, കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതിന്. നമുക്ക് ഇപ്പം ചില കാര്യങ്ങളിൽ പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ അൺലക്കി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് യു കാൻ ലുക്ക് ഫോർ എക്സ്ക്യൂസസ്. അതുകൊണ്ടാണ് തോറ്റെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസസ് പറയുന്നതിൽ അർത്ഥമില്ല. പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരുപാട് മത്സരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയണം. അതാണിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ്ങിൽ ആ ഒരു ഹങ്ങർ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ മാനേജർ ആ രൂപത്തിലാണ്. അദ്ദേഹം കാര്യങ്ങൾ മാറ്റിമറിച്ച് എല്ലാവർക്കും മോട്ടിവേഷൻ നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഞങ്ങളത് പിന്തുടരുന്നു എന്നാണ് ഇപ്പോൾ എർലിംഗ് ഹാലൻഡ് പറയുന്നത്. ചുരുക്കത്തിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ വിജയിച്ചു വരുമ്പോൾ എവിടെയോ ഹങ്കറൊക്കെ ഒന്ന് കെട്ടുപോകാം. ആ ഒരു ബേണിംഗ് ഡിസയർ വീണ്ടും തിരികെ വരാൻ ആ തോൽവികൾ സഹായിച്ചു എന്ന തരത്തിലാണിപ്പോൾ എർലിംഗ് ഹാലൻഡ് സംസാരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.